24 എക്സ്ക്ലൂസീവ് മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി. പിടികൂടിയ സ്വർണത്തിൽ നിന്ന് 250 ഗ്രാം സ്വർണം പോലീസ് മുക്കിയെന്നാണ് ആക്ഷേപം. 2023 സുജിത് ദാസിന്റെ ഡാൻസ് ഓഫാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 1300 ഗ്രാം സ്വർണം പിടിച്ചെങ്കിലും കോടതിയിലെത്തിയത് 950 ഗ്രാമിൽ താഴെ മാത്രമാണെന്ന് പ്രതി 24നോട് പറഞ്ഞു. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കിട്ടുന്ന രഹസ്യവിവരം പോലീസിന് കൈമാറുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എയർപോർട്ടിന് പുറത്ത് കസ്റ്റംസിൻ്റെ എല്ലാ നയങ്ങൾക്കുമെതിരായിട്ടാണ് പോലീസ് പുറത്ത് വെച്ചിട്ട് ഈ സ്വർണം പിടികൂടുന്നത്. അല്ലാതെ ഇത്രയധികം സ്വർണം എയർപോർട്ടിൻ്റെ പരിസരത്ത് വെച്ച് പിടിക്കാൻ സുജിത് ദാസിന് പ്രത്യേക കഴിവൊന്നുമില്ലല്ലോ. ഇത്രയധികം സ്വർണം എങ്ങനെ കസ്റ്റംസിൻ്റെ കണ്ണ് വെട്ടിച്ച് പുറത്തെത്തി സുജിത് ദാസിന് പിടിക്കാൻ കഴിയുന്നു? സുജിത് ദാസ് കാലയളവിൽ മുഴുവൻ സ്വർണവും ഈ ഷിബുവിൻ്റെ നേതൃത്വപ്രകാരമാണ് കരിപ്പൂർ പോലീസ് പിടിച്ചിട്ടുള്ളത്. ഇതേ ഷിബു തന്നെ അവിടുന്ന് സ്ഥലം മാറിപ്പോയിട്ട് വീണ്ടും കൊണ്ടോട്ടിയിൽ DSP ആയി അദ്ദേഹത്തെ കൊണ്ടുവരികയാണ് ചെയ്തത്. 2023 ഞങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തൊരു കേസിൽ 1200 ഗ്രാം സ്വർണം പിടിച്ചിട്ട് 950 ഗ്രാം സ്വർണമാണ് കോടതിയിലെത്തിയത്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. സമീർ, സുജിത് ദാസിനെതിരെ നിലവിൽ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അതിൽ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങളും ഉണ്ട്. അതിനിടയിലാണ് ഈ പ്രതിയുടെ വെളിപ്പെടുത്തൽ വരുന്നത്. എന്താണ് അയാൾ പറയുന്നത്? സുജിത് ദാസിൻ്റെ ഇതിലെ പങ്കിനെ എങ്ങനെയാണ് പ്രതി വിശദീകരിക്കുന്നത്? റിജിത്ത്, സ്വർണ്ണ കടത്തു സംഘത്തിലെ ഒരു പ്രധാനിയുടെ സംഭാഷണമാണ് നമ്മൾ ഇപ്പോൾ നൽകിയത്. ഈ PV അൻവർ MLA ആരോപിച്ച എല്ലാവിധ ആരോപണങ്ങളും ശരിവെക്കുകയാണ് സ്വർണ്ണക്കടത്തു സംഘത്തിൽ പെടുന്ന ഇയാൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറയുന്നത്, നേരത്തെ ഇയാളുടെ ടീമിൽ നിന്നുണ്ടായിരുന്ന ഒരു അംഗത്തിന്റെ അടുത്തു നിന്നും കരിപ്പൂർ പോലീസ് സ്വർണം പിടികൂടുന്നു. 1300 ഗ്രാം സ്വർണമാണ് പോലീസ് ഇയാളിൽ നിന്നും പിടികൂടുന്ന ഒരു സംഭവം ഉണ്ടായത്. അതിന് പിന്നാലെ പോലീസ് ആ സ്വർണം ആ രൂപത്തിൽ നിന്നും മാറ്റി മറ്റൊരു രൂപത്തിലേക്ക് ഉരുക്കി മാറ്റുകയും ചെയ്തു. അതിന് പിന്നാലെ കോടതിയിൽ ഈ സ്വർണം എത്തിച്ചപ്പോൾ 950 ഗ്രാം സ്വർണം മാത്രമാണ് കോടതിയിലെത്തിയത്. 1300 ഗ്രാം സ്വർണം പിടികൂടിയിട്ട് 950 ഗ്രാം സ്വർണം മാത്രമാണ് കോടതിയിൽ എത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ 250 ഗ്രാമിലധികം സ്വർണം പോലീസ് തന്നെ അടിച്ചു മാറ്റി എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ. അതോടൊപ്പം തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണവുമായി എത്തിയ ഇയാളുടെ ടീമിൽ നിന്നുണ്ടായിരുന്ന ഒരു യാത്രക്കാരനെ പോലീസ് പിടികൂടി. പിന്നീട് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തത് വിദേശത്ത് സ്വർണം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാണ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിൽപ്പെട്ട ഇയാൾ പറയുന്നത്, ഈ പിടികൂടുന്ന സമയത്ത് ഇയാളുടെ പക്കൽ സ്വർണം ഉണ്ടായിരുന്നു. ആ സ്വർണം പോലീസ് അടിച്ചു മാറ്റുകയും പിന്നീട് വിദേശത്ത് സ്വർണം ഉപേക്ഷിച്ചു എന്നുള്ള കള്ളക്കഥ ഉണ്ടാക്കുകയുമാണ് ചെയ്തത് എന്നുള്ളതാണ് പോലീസ് ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിൽപ്പെട്ട ഇയാൾ പറയുന്നത്. അതോടൊപ്പം തന്നെ പോലീസിന് ഈ തൊണ്ടി മുതൽ കോടതിയിൽ ഹാജരാക്കാൻ കഴിയാതിരുന്നതും ഈ ആക്ഷേപത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഈ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കസ്റ്റംസ് പോലീസ് ഒത്തുകളി പോലീസ് സ്വർണം പിടികൂടുന്ന കേസുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണമായി എത്തുന്ന യാത്രക്കാരനെ കൃത്യമായി കസ്റ്റംസ് അത് കണ്ടെത്തുന്നു. ആ കസ്റ്റംസ് അയാളെ പിടികൂടാതെ കസ്റ്റംസ് പോലീസിന് വിവരം കൈമാറുന്നു. തുടർന്ന് പോലീസ് വിമാനത്താവളത്തിന് സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സമീർ, സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. ചെറിയൊരു ഇടവേളയിലേക്ക് വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.